4 കുട്ടികളെ അനാഥമാക്കിയ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ഭർത്താവിന്റെ ആത്മഹത്യയിലേക്കും എത്തിച്ച തലസ്ഥാനത്തെ നടുക്കിയ നാലാഞ്ചിറ കേസിലെ പുതിയ വെളിപ്പെടുത്തൽ വഴിത്തിരിവിലേക്ക്. ഹസീന ബീവി വധക്കേസിലെ ഞെട്ടിക്കുന്ന ഓഡിയോ സംഭാഷണങ്ങൾ പോലീസിന് ലഭിച്ചതോടെയാണ് കേസിന്റെ ചുരുൾ അഴിയുന്നത്. ഹസീനയുടെയും ഭർത്താവ് സുരേഷ് കുമാറിന്റെയും പ്രണയവിവാഹമായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഇരുവരും കണ്ടുമുട്ടി, പരസ്പരം ഇഷ്ടമായി. വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്നായിരുന്നു ഇരു സമുദായ അംഗങ്ങൾ തമ്മിലുള്ള വിവാഹം. പിന്നീട് മാറി മാറി വാടക വീടുകളിൽ ഇരുവരും താമസിച്ചു. 4 കുട്ടികളും ഇതിനിടയിൽ ജനിച്ചു. AC മെക്കാനിക്കായിരുന്ന സുരേഷിനെ കുറിച്ച് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എതിരഭിപ്രായം മരണം വരെ ഉണ്ടായിരുന്നില്ല. സുഖകരമായ കുടുംബജീവിതത്തിനിടയിലാണ് വട്ടിയൂർക്കാവ് സ്വദേശിയായ ഹരിയുടെ രംഗപ്രവേശം. ഹരിയും ഹസീന ബീവിയും തമ്മിൽ അടുപ്പത്തിലായി. ആദ്യം വീഡിയോ കോൾ വഴിയുള്ള ബന്ധം പിന്നീട് നേരിട്ടായി. സുരേഷ് ഇല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിൽ രഹസ്യമായി വന്നു തുടങ്ങി. ഇടയ്ക്ക് പുറത്തു വച്ചും ഇരുവരും തമ്മിൽ കണ്ടു. സുരേഷ് ഇതറിഞ്ഞതോടെ വീട്ടിൽ തർക്കം ഉടലെടുത്തു. ഇതിനിടയിൽ പലതവണ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് താൻ ഹരിക്കൊപ്പം പോകുമെന്ന് ഹസീന സുരേഷിനോട് പറഞ്ഞു. എന്നാൽ സുരേഷ് ഹസീനയോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ കേൾക്കാത്ത ഹസീന ഹരിക്കൊപ്പം പോയി ഒരാഴ്ച താമസിച്ചു. സുരേഷ് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. മക്കൾക്ക് വേണ്ടി എല്ലാം സഹിക്കണമെന്നും ഇനി ഹരിയെ മറക്കണമെന്നും സുരേഷ് പറഞ്ഞു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പാക്കിയാണ് 2 ആഴ്ച മുൻപ് ഹസീന മണ്ണന്തലയിലെ വാടക വീട്ടിൽ തിരിച്ചെത്തിയത്. പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതി മുന്നോട്ടു പോകുമ്പോഴാണ് ഹരി വീണ്ടും ഹസീനയെ വിളിച്ചു തുടങ്ങിയത്. കൊല്ലപ്പെട്ട ഹസീന ബീവി കാമുകൻ ഹരിയുമായി ജീവിക്കാൻ വീട്ടിൽ നിന്ന് അന്ന് രാവിലെ ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. സുരേഷ് വിലക്കി, പക്ഷേ നടന്നില്ല. കൊല നടന്നതിന്റെ തലേന്ന് പാതിരാത്രി കാമുകൻ ഹരി വീടിന് സമീപത്തെത്തി ജനാലയിലൂടെ ഹസീനയുമായി സംസാരിച്ചു. രാവിലെ പുറപ്പെടാൻ ഹസീനയോട് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് താൻ വീട് വിട്ടിറങ്ങുകയാണെന്ന് ഹസീന തന്നെ സുരേഷിനോട് പറഞ്ഞു. ഇതിനുശേഷം സുരേഷിന്റെ മുന്നിൽ വച്ച് തന്നെ കാമുകനെ വീഡിയോ കോളിൽ വിളിച്ച് ഉറപ്പുവരുത്തി. സുരേഷ് പോകരുതെന്ന് കാലു പിടിച്ചപേക്ഷിച്ചിട്ടും ഹസീന കേട്ടില്ല. പുലരും വരെ സുരേഷ് ഉറങ്ങാതെ കാത്തിരുന്നു. രാവിലെ വീണ്ടും വഴക്കു തുടർന്നു. മകളുമായി ഹസീന വഴക്കിട്ടു. അതിന്റെ ഓഡിയോ സംഭാഷണവും ലഭിച്ചിട്ടുണ്ട്. തർക്കം മുറുകിയതോടെയാണ് സുരേഷ് ഹസീനയെ കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം സുരേഷ് ആത്മഹത്യ ചെയ്തു. മക്കൾ 4 പേരും അനാഥരുമായി. എന്നാൽ സംഭവങ്ങൾക്ക് ശേഷം കാമുകൻ ഹരി മുങ്ങിയിരിക്കുകയാണ്. പോലീസ് ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഹസീനയുടെ കാമുകനൊപ്പമുള്ള ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഹസീനയുടെ ഫോണിൽ നിന്നുള്ള ചാറ്റുകളും ഫോട്ടോകളും പോലീസിന് ലഭിച്ചു എന്നാണ് വിവരം.